നല്ല രീതിയിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നല്ല ഇടിയും മിന്നലൊക്കെ വന്നത്. അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇന്ന് രാവിലെ തന്നെ ഉണർന്നത് കേട്ടോ. ഉണർന്ന സമയത്ത് ഒറ്റ ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, പഠിച്ചോനെ ഇന്ന് നല്ല മഴയാണെന്ന് തോന്നുന്നു, കറണ്ടൊക്കെ പോയി, ഇന്നത്തെ രാവിലത്തെ ദിവസം മൊത്തം ഇരുട്ടിലാവുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. ഈ രാവിലെ തന്നെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പം ഈ കറണ്ട് പോവാന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഇടങ്ങേറാണല്ലേ. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയായിരിക്കും. എന്തായാലും ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ 4:30 ആയിട്ടുണ്ട്. എനിക്ക് എണീക്കാനുള്ള ടൈമായി. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര നേരത്തേക്ക് എണീക്കുന്നതെന്ന്. ഞാൻ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉണരുന്നതാണ് കേട്ടോ. സുബിഹി ബാങ്കാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ ഒരു തിരക്കുകളും ഇല്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈമിലൊന്ന് ഉണർന്ന് നോക്കി നോക്കൂ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉണർന്നിട്ട് അപ്പം കിട്ടുന്ന ആ ഒരു എനർജി നമുക്ക് ഫീലായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിൽ ആ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എണീക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഉറപ്പുള്ളൊരു കാര്യമാണ്. നമുക്ക് 2 ദിവസമൊക്കെ ചിലപ്പോൾ മടിയൊക്കെ തോന്നും, പക്ഷേ 3-ാമത്തെ ദിവസവും നമ്മൾ അതിന് വേണ്ടിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജ്വലി നമ്മളെ ബോഡി തന്നെ നമ്മൾ ആ ഒരു ടൈമിലേക്ക് നമ്മളെ ഉണർത്തും എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു അലാറത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. ഇതിപ്പോൾ പള്ളിയിലെ ബാങ്ക് മാത്രമല്ല, അമ്പലത്തിലെ പാട്ടും പള്ളിയിലെ ചർച്ചിലെ മണിയുടെ ശബ്ദങ്ങളും ഒക്കെ എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം, അടുത്ത് തന്നെയാണ് ചർച്ച്, അതിനപ്പുറത്താണ് നമ്മളെ പള്ളി, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇത്ര നേരത്തെ ഉണ്ടാവില്ല എന്ന് മാത്രം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ എപ്പോഴോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ഈ ഒരു ഏർലി മോർണിംഗിലാണ് കേട്ടോ. ഒരു തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ക്വാളിറ്റി ടൈമാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഞാനിപ്പോൾ 5 മണിക്ക് ഇരുന്ന് 5:30ക്കാണ് അവിടെ നിന്ന് എണീറ്റത്. സിറ്റ് ഔട്ടിൽ ഒരു കപ്പ് ചായ എടുത്തിട്ട് പോയിരുന്നിട്ട് ഞാൻ അരമണിക്കൂർ വെറുതെ ഇരിക്കും. അവിടെ പ്രത്യേകിച്ച് എന്താ പറയുക, ചിന്തകളോ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് നേരത്തെ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇതേ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെർബൻ്റായിരുന്നു. അത് പൊട്ടിച്ചിട്ടാണ് ആൾ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ആളെ ഒന്നിനും കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം വാല്യുബിൾ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും ആൾ പറയുന്നുണ്ടാവുക. പിന്നെ അവർക്കുള്ള ടിഫിനല്ല വാട്ടർ ബോട്ടിലും പിന്നെ ജെന്നയ്ക്കുള്ള സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കി. ഇനി വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബെഡിൽ നിന്ന് ഇവർ രണ്ടുപേരെയും കുത്തിപ്പൊക്കലാണ്. അതിങ്ങനെ സോഫ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ട് വേണം എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാഗവല്ലി ആവുമെങ്കിലും ആ വിളിച്ച് എണീപ്പിക്കുന്നത് ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കും കേട്ടോ. ചില സമയങ്ങളിൽ അത് വർക്കൗട്ട് ആവാറുണ്ട്, ചില സമയങ്ങളിൽ അത് വർക്ക് ആവാറില്ല. എന്തായാലും എണീറ്റ് തലയിലൊക്കെ എണ്ണ തേപ്പിച്ച് കൊടുത്തു. പുറത്ത് നല്ല മഴയൊക്കെ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ എണീറ്റ പാടെ ടെൻഷൻ അടിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. രാവിലെ എണീറ്റ സമയത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മളെ മനുഷ്യന്മാരുടെ കാര്യവും. നമ്മൾ വലുതും എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് അവരുടെ യൂണിഫോം ഇങ്ങനെയാണ്, PE യൂണിഫോമാണ് ഇത് പറയുന്നത്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് ബുധനാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് ആ ദിവസം യൂണിഫോം അതാണ് കേട്ടോ. അങ്ങനെ 7 മണിയായപ്പോഴേക്കും അവരൊക്കെ പോയി. പിന്നെ ഞാൻ മാറാല പിടിച്ചിരിക്കുന്ന എൻ്റെ കഴിവുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റെസിനാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റെസിനാട്ട് പഠിച്ച സമയത്ത് ഞാൻ ചെയ്ത കുഞ്ഞു വർക്കുകളാണ് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയതാണ്. ഇതിലൊക്കെ നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബാക്ക് ടു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം എന്തായാലും ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് ഒന്ന് പൊടി തട്ടി വെക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു സംഭവം കേട്ടോ. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ട് അവർ തന്നെയാണ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെസിൻ ആർട്ട് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് റെസിൻ ആർട്ടൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, ഫിനാൻഷ്യലി ഒരു വരുമാനമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം ശ്രദ്ധയും കുറച്ച് ഹാർഡ് വർക്കും ക്ഷമയും ഒക്കെ വേണ്ട ഒരു പരിപാടിയാണ് റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സേഫ്റ്റിയും നോക്കണം കേട്ടോ. ഈ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് റെസിൻ ചെയ്യാനേ പാടില്ല എന്നൊക്കെ പറയും. ഞാൻ പിന്നെ അതിൻ്റെ മാസ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു. അതിലൊരുപാട് പിക്ചേഴ്സ് ഞാൻ വരച്ചതും ഉണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അത് അവിടെയാണ്. അതിനി ഇൻഷാ അള്ളാ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോട്ട് ബുക്കിൽ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കാം കേട്ടോ. എനിക്ക് ചില സമയങ്ങളിൽ ഇതിനൊക്കെ ഓരോ മൂഡ് വരണം. എനിക്കിങ്ങനെ തോന്നണമായി നമുക്ക് ചിത്രം വരയ്ക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. എനിക്ക് ഡ്രോയിങ്, പെയിൻറ്റിങ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കോഡ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞി കുഞ്ഞി കവിതകളൊക്കെ എഴുതുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ അതൊന്നും ആരും പുറത്തേക്ക് അങ്ങനെ വല്ലാണ്ട് അറിഞ്ഞിരുന്നില്ല. ഫാമിലിക്ക് അറിയാമെന്നല്ലാതെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും, അതായത് ഈവൻ എൻ്റെ ഫ്രണ്ട്സിനെ പോലും അതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ലോണം അറിയാം. അവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരാറുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എന്നെ 100% സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇൻഷാ അള്ളാ വരും വീഡിയോകളിൽ അവരെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോ വ്യക്തിനെ കുറിച്ചിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം ആ ഓരോ വ്യക്തികളും എൻ്റെ ലൈഫിൽ ഒരുപാട് 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 ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. എന്തായാലും ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയില്ല. അതിനു മുമ്പേ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കിടപ്പില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ അടുത്തേക്കൊന്ന് പോകണമെന്ന് കരുതി വന്നതാണ്. ഇതാണ് കേട്ടോ അവളുടെ വീട്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരമാണുള്ളത് ഓട്ടോയിലാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അളിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവളുടെ ഹസ്ബൻഡ് ഇപ്പം നാട്ടിലുണ്ട് കേട്ടോ. ആൾ പുറത്താണ്. ഇവളും കുറച്ച് കാലം പുറത്തായിരുന്നു. ഇപ്പോൾ മക്കളുടെ സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെയാണ് അവൾ അങ്ങോട്ട് പോകാറുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തപ്പിത്തെരഞ്ഞ് പെറുക്കിയെടുത്ത് കഴിക്കലാണ് എൻ്റെ മെയിൻ പണിയെന്ന് പറയുന്നത്. പിന്നെ ഇവളാണ് കേട്ടോ നമ്മുടെ ദോശ മേക്കറിൻ്റെ സ്പോൺസർ. ഞാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ദോശ മേക്കറിന് ഇപ്പം നല്ല ഫാൻസാണ്. പിന്നെ ആളും കമൻ്റൊക്കെ കാണാറുണ്ട്. എൻ്റെ ഫാമിലി എല്ലാം നിങ്ങളെ കമൻ്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ താത്ത. കാരണം ആൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനായിക്കോട്ടെ എന്തിനാണെങ്കിലും നല്ല സപ്പോർട്ട് തരുന്ന ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഒരു സമയങ്ങളിൽ ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോഴും നല്ല ഉയരങ്ങളിലെത്തണം, അല്ലെങ്കിൽ എൻ്റെ മോള് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളവരും. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഇവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ട്രാക്ക് മാറ്റാം. ഇതെൻ്റെ പിങ്കി മോളുടെ റൂമാണ്. ഇവൾക്ക് 2 മക്കളാണ് കേട്ടോ. ഒരു മോനും ഒരു മോളും. മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോൾക്ക് എൻ്റെ എല്ലാവിധ പ്രാന്തുകളും അവൾക്കാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ 2 മക്കൾക്ക് പോലും എൻ്റെ പ്രാന്തുകളൊന്നും കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഡ്രോയിങ് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആയിക്കോട്ടെ. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരാളായിരുന്നു. എൻ്റെ എക്സാക്റ്റ് സാധനം ഇവളാണ് ഇവിടെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളുടെ താത്ത എപ്പോഴും പറയും, നീ എൻ്റെ മോളാണോ അതോ അവളുടെ മോളാണോ ചോദിക്കും. കാരണം എൻ്റെ എല്ലാ സ്വഭാവവും അവൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അവളുടെ ഒരു ചായക്ക് കൊണ്ടുവന്നു. അവളുടെ റൂമിലൊരു ഊഞ്ഞാലുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ വീടിൻ്റെ മുകളിലൊരു ബാൽക്കണി, സിറ്റ് ഔട്ട് ഉണ്ട്. ഭയങ്കര
ഭയങ്കര സുഖമാട്ടോ അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. എനിക്ക് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഈ തൈരും പപ്പടത്തിനോടൊന്നും വലിയ പ്രിയമില്ലെങ്കിലും ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായയും പിന്നെ അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള ഇലയട ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കപ്പ് ഉണ്ടല്ലോ നല്ല അടിപൊളി കപ്പാട്ടോ, എക്കോ ഫ്രണ്ട്ലി കപ്പാ. കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നല്ല ഹെൽപ്പാവും, കാരണം അത് നിലത്ത് വീണാൽ പൊട്ടുമൊന്നുമില്ല. അങ്ങനെ 3:45 ആയപ്പോഴേക്കും ഞാൻ തിരിച്ചു പോരാണ്. പോയത് ഞാനും ഉമ്മയാണെങ്കിലും അവസാന നിമിഷം ഉമ്മ എന്നെ തേച്ചു ഗൈസ്. ഉമ്മനെ പിന്നെ കൊടുന്ന് വിടാം, അതായത് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ 4:30 ആകുമ്പോഴേക്കും മക്കൾ വരുമല്ലോ, അതുകൊണ്ട് അളിയനാണ് കേട്ടോ എന്നെ ആക്കി തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എൻ്റെ താത്താനെയും താത്താൻ്റെ വീട് മുഴുവനായിട്ട് കണ്ടിട്ടില്ല അല്ലേ? ഇൻഷാല്ലാ ഞാൻ വീട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞു ഫാമിലീനെ, ഇതൊന്നല്ല എൻ്റെ ഫാമിലി ഇനിയുണ്ട്. എനിക്ക് 3 ബ്രദേഴ്സൊക്കെ ഉണ്ട്. അവരപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ നിർവാഹമില്ല, കാരണം ആരും നാട്ടിലില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.